ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നോമ്പിന് 2 വീഡിയോ ഇട്ടിട്ട് പോയ ആളാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പം നോമ്പ് കുറേ ആയില്ലേ, ആദ്യത്തെ 10 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങളുടെ സംശയങ്ങൾ ഞാൻ തീർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ പത്തിരിപ്പണികളൊക്കെ നേരത്തെ ഒരുക്കി വെക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മീൻസ് ചിലരിങ്ങനെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പണികൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ പത്തിരി ഉണ്ടാക്കിയ ദിവസമാണ്. അപ്പം അതിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വാട്ടി വെച്ചു. പിന്നെ നമ്മളവിടെ കുറച്ച് ദിവസമായിട്ട് മഴയും ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ ആവുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കറണ്ട് പോകും. പിന്നെ നമ്മൾ ഇൻവെർട്ടറിലൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ചോദ്യങ്ങളിങ്ങനെ എനിക്ക് ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ പറയട്ടോ. ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് സച്ചുവിന് എന്താണ് വീഡിയോയിൽ കാണിക്കാത്തതെന്നാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത്രയും ഭംഗിയുള്ള വീഡിയോ, അതായത് ഞാനിപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മാക്സിമം അത്യാവശ്യം ഒരു നല്ല വീഡിയോ ആണ് തോന്നുന്നതാണ്. എല്ലാം ഒന്നും നന്നാവില്ല, എല്ലാവർക്കും നന്നായി കാണണമെന്നില്ല. പക്ഷേ എനിക്ക് നന്നാവാണ് തോന്നുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതും തന്നെ നമ്മൾ ഒരുപാട് മൂഡ് സ്വിങ്സിലും അതേപോലെ എന്താ പറയുക നെഗറ്റീവ് തോട്ടും അതേപോലെ കുറേ കാര്യങ്ങൾ മറികടന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഭംഗിയുള്ള വീഡിയോ, അതായത് പലരും പറയുന്നതാണ് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല രസമുള്ള വീഡിയോ ആണെന്ന്. ആ ഒരു വീഡിയോൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കുറേ റിസ്ക് പിടിച്ചാണ് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന മിക്ക സമയത്തും സച്ചുവിനെ റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കില്ല. അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് പല കാര്യങ്ങളും അവനെടുത്തിട്ടും പിടിച്ചിട്ടും വലിച്ചിട്ടും പൊട്ടിച്ചിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കുക്ക് ചെയ്യണ സാധനങ്ങൾ, ഈ ബോട്ടിൽസ്, പൊടിക്കുപ്പികൾ, അതേപോലെ വെളിച്ചെണ്ണ കുപ്പി, ഇങ്ങനെ അത് തൊട്ടിട്ട് ഈ മുളക് പൊടി വരെ മുഖത്ത് കൂടെ കളഞ്ഞിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ കുറേ ഇടങ്ങേറായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മിക്കവാറും അവന് റൂമിലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവന് നമ്മളൊപ്പം ഇരിക്കൽ കേട്ടോ. അല്ലാതെ കഴിയായിട്ടാണ്, നമുക്ക് അതിൽ സങ്കടം എല്ലായിട്ടല്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമ്മളെ മക്കളെ നല്ല രീതിക്ക് ആവണം, ഒരുമിച്ച് കൊണ്ടുപോകണം, അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുമിക്ക വീഡിയോസിലും സച്ചുവിനെ കാണാത്തത്. പിന്നെ ഫ്രീ ആയിട്ട് അവൻ്റെ ഡ്രസ്സ് മാറ്റലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അപ്പോഴത്തേന് വീഡിയോ എടുക്കണ ആ ഒരു ഇതും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പണികൾ തീർക്കാനുള്ള ആ ഒരു അത്രയും എനിക്ക് പെട്ടെന്ന് പണികൾ തീർക്കണം, വീഡിയോ ഇതാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ടയേർഡായിട്ട് ആൾക്കാരും പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ കേട്ടോ. അപ്പം എനിക്കറിയാം നിങ്ങൾ ചോദിക്കണത് ഓനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന്. പക്ഷേ ഞാൻ കാണിക്കാം. അത് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഓനെ വീഡിയോയിൽ കാണിക്കണം എനിക്ക് ഇഷ്ടമല്ല. അത് നല്ല രീതിക്ക് ഓന് നല്ല മൂടാവുമ്പോഴും ഓൻ്റെ ഫേസ് നല്ല ഇതാവുമ്പോഴും ഒക്കെ അങ്ങനെ കാണിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓനെ മുടിയൊക്കെ വെട്ടാനായിട്ട് ഒരു മാതിരി കോലാണ്. അപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നല്ല സ്റ്റൈലിൽ ഓനെ നിങ്ങളെ മുന്നിൽ കാണിക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് കുറേ നേരം വൈകിയ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ പലിശക്കൊക്കെയുള്ള ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പലിശക്കൊക്കെ ചോറ് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിപ്പ് മുരിങ്ങയും കറിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ, പിന്നീട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ കൂട്ടത്തിൽ കൂടെ എങ്ങനെയാണ് ഡിഗ്രി പഠനം നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഞാനൊരു ആപ്ലിക്കേഷന് ഇപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തവർക്ക് അറിയാമല്ലോ. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്യൂഷൻ ആപ്പ് ഉണ്ട്, സ്കോളർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഫീസ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്. ഫസ്റ്റ് സെമ്മിന് 2000
ആണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ജോലി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ആ ക്ലാസ്സുകൾ അവിടെ ഓപ്പൺ ആക്കി വെക്കും. പിന്നെ അതുപോലെ എനിക്ക് കിട്ടണ ഒഴിവുള്ള സമയത്തോ ഫ്രീ ആയിട്ടിരിക്കും, ഫ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ ജോലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ ചെറിയ ചെറിയ നോട്ട്സും കാര്യങ്ങളും എഴുതിയെടുത്തിട്ട് ഓരോ ക്ലാസ്സും നമ്മളെ തലയിൽ ഒരു സ്റ്റോറി പോലെ കയറ്റി വെക്കുക എന്ന് പറയില്ല, ഹിസ്റ്ററി എടുത്തുകൊണ്ട് എനിക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പഠനം പോകണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചില്ലല്ലോ. അങ്ങനെ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിലുള്ള ഒരു ചോദ്യം ഇപ്പം എന്താ അത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്തതും അതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നതും പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതും മോനെ നോക്കുന്നതും ഒക്കെ ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ അതെനിക്ക് ലൈഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് എത്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാതൊരു വെറുതെ നിൽക്കാൻ വൈകായിട്ടൊന്നുമല്ല. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ പോലെ ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കാനും അതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക എന്ന് പറയണേ. കുറേ ആയിട്ട് വീഡിയോ നിർത്തിയിട്ടേ പിന്നെ എനിക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ കിട്ടുന്നില്ല. പിന്നെ കുറേ എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ പഠിച്ചോ നമുക്ക് കാണിച്ചു തരും. കാരണം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, അത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് എനിക്ക് പെട്ടെന്നുണ്ട് കേട്ടോ. നമ്മൾ പുറമേ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ഒരാളുടെ വേദന കണ്ടാൽ സങ്കടപ്പെടുക, ആ കൂട്ടത്തിലൊക്കെ പെട്ടതാണ് കേട്ടോ ഞാൻ. മനസ്സിന് തീരെ കട്ടില്ല എന്ന് പറയുന്ന ചില കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. എൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ മാക്സിമങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ മോണിറ്റൈസേഷനൊക്കെ കട്ടായിട്ട് പണി കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് തിരിച്ചെടുക്കണം. ഈ യൂട്യൂബ് വഴി എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇനിയും എൻ്റെ മോനൊക്കെ അറിയണം എന്നുള്ള ഒരാഗ്രഹം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ അന്നത്തെ പണികളും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഞാനിപ്പം ഈ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോ എനിക്കെന്തോ ചെയ്യാനും ഇപ്പോൾ പറ്റണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു Q&A വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളെ വിശേഷങ്ങളും ഞാൻ ഈ പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ഗ്രോത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ അറിയണവരും അറിയാത്തവരൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്, സച്ചുവിന് ഇഷ്ടമുള്ളവരും. അപ്പോൾ എല്ലാവരോടത്തും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പലരെയും കമൻസിലൂടെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുക നല്ല സുഹൃത്തുക്കൾ, നമ്മൾ കാണാത്തവരോ അറിയാത്തവരോ ഒക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവരൊക്കെ ദിവസം എൻ്റെ ചിന്തയിൽ കടന്നു പോകലുണ്ട്. എന്നൊന്ന് നേരിട്ട് കാണാതെ അറിയാത്ത ആളുകളൊക്കെ തരുന്ന വളരെ മെൻ്റലി എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി